സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പച്ചക്കറികളെക്കുറിച്ചാണ് നാം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയം ബീറ്റ്റൂട്ട്. പ്രകൃതിദത്ത നൈട്രേറ്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇതുവഴി രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും രക്ത ഓട്ടത്തെ സുഗമമാക്കുകയും ചെയ്യുന്നു. BP കുറയ്ക്കാൻ നല്ലതാണ് എന്നോർത്ത് ദിവസവും ഒത്തിരി ജ്യൂസ് അടിച്ച് കഴിക്കരുത്, BP താഴെ പോകും. പലരും ഇത് ചോരയുണ്ടാകട്ടെ എന്നോർത്തിട്ട് ജ്യൂസ് അടിച്ച് കഴിക്കുന്നവരുണ്ട്. പിന്നെ ABC കോമ്പിനേഷനൊക്കെ പറഞ്ഞ യൂട്യൂബിൽ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ സ്ഥിരം ജ്യൂസ് അടിച്ച് കഴിക്കരുത്, തെറ്റാണ്. അത് ഞാൻ അവസാനം പറയാം. അനീമിയയ്ക്ക് ആവശ്യമായ ഇരുമ്പ് സത്ത് ധാരാളം അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ C ഉള്ളതിനാൽ ചർമ്മരോഗങ്ങളെ സംരക്ഷിക്കും, അഥവാ ചർമ്മത്തെ സംരക്ഷിക്കും. ചർമ്മരോഗങ്ങളെ മാറ്റും, ചർമ്മത്തെ സംരക്ഷിക്കും. ദഹനം മെച്ചപ്പെടുത്തും, ശരീരത്തിൻ്റെ ആവശ്യമുള്ള ഊർജം ലഭിക്കും. കരളിനെ ശുദ്ധി ചെയ്യും. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട്. കൂടുതൽ കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം, വൃക്കയിൽ കല്ലുകൾ വന്നേക്കാം ഒത്തിരി കഴിച്ചാൽ, അപ്പോൾ അധികം കഴിക്കരുത്. പ്രമേഹം കുറഞ്ഞു പോകും. കൂടുതലുള്ള പ്രമേഹം കുറയ്ക്കാം, ഒത്തിരി താഴ്ന്നു പോകാം. പ്രഷറിനെ കുറയ്ക്കും. അപ്പോൾ അമിത പ്രഷർ ഉള്ളവർക്ക് കഴിക്കുന്നത് നല്ലത്. പ്രഷർ കുറഞ്ഞവർ പരമാവധി കഴിക്കാതിരിക്കുക. പിന്നെ ഓർക്കണം, ഇതൊക്കെ നമുക്ക് കർണാടകയിൽ നിന്ന് വരുമ്പോൾ അത് വളരെ നല്ലതായിട്ട് നമ്മൾ കഴിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് തീരാ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, മുറ്റത്തുള്ള ചെറിയ സ്ഥലത്ത് ചെടിച്ചട്ടിയിലായാലും നമ്മുടെ ആവശ്യത്തിന് കുറച്ച് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാം ഈ ബീറ്റ്റൂട്ടൊക്കെ വലിയ വണ്ണം വയ്ക്കുകയല്ല, നമ്മുടെയൊക്കെ ആകുമ്പോൾ ചെറുതായി കിട്ടും. എല്ലാ സാധനം, ക്യാരറ്റൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ അത് മറക്കരുത്. അങ്ങനെ വേണം നമ്മൾ എല്ലാ ദിവസവും നമ്മളിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതാണ്: ശരീരപേശികളുടെ ബലപ്പെടുത്തുന്ന ഔഷധച്ചെടി ഏത്? ആത്തച്ചെടിയാണ്. ആത്തപ്പഴം തിന്നാൽ ശരീരപേശികളെ ബലപ്പെടുത്തും. ഇന്നത്തെ ചോദ്യം ഇതാണ്: ആസിഡിറ്റി കുറയ്ക്കാനുള്ള ഒരു നല്ല ഔഷധച്ചെടിയുണ്ട്, അതേതായിരിക്കും? അതിൻ്റെ ഉത്തരം തരണം. ഇന്ന് 8 മണി മുതൽ നാളെ 8 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇടുന്ന ഉത്തരം ഞങ്ങൾ പ്രതീക്ഷിക്കില്ല. അതുവരെയുള്ളതൊക്കെ നോട്ട് ചെയ്ത് വരുന്നുണ്ട്. നന്ദി, നമസ്കാരം.